പാത്രം കഴിയണം. രണ്ടു ദിവസം കൂടെ കഴിയട്ടെ, കാണിച്ചു തരാം. ബാക്കി എവിടെ ഇരിക്കട്ടെ, അവിടെ തന്നെ വന്ന് കഴിയട്ടെ. ഹലോ, ആ ചേട്ടാ വെളിയിലുണ്ടാ? ചേട്ടാ രൂപേഷ്, 2 hour 80 pound, please. 2 hour 80 pounds ചേട്ടാ? Yes, 2 hour 80 pound. ഈ കാശുണ്ടായിരുന്നെ നാട്ടിലൊരു കാർ വാങ്ങിക്കാൻ. ചേട്ടാ ഒരു 70. No, 80 pound, please. ഒറ്റ ക്ലാസ് കൊണ്ട് എങ്ങനെയും തീർക്കണം. എന്നാ ചേട്ടാ, അപ്പൊ തുടങ്ങാം ചേട്ടാ. എന്നാ ആ കോട്ട് എടുത്ത് ഒരു പുറകിലോട്ടിട്ടേ. എന്താ ചേട്ടാ കോട്ട്? പക്ഷെ എനിക്ക് തണുപ്പ് വേണം. അതുകൊണ്ടല്ല, നാറിയിട്ട് വയ്യ. മീനാറ്റം തന്നെ. ശരിയാണ്, ഇന്നലെ വെച്ച ചാളക്കറിയുടെ മണമാണ്. വെച്ചു കൊടുത്തവനൊക്കെ വെച്ചടിയും, പക്ഷെ മണം കഴിക്കാൻ ഒരുത്തരും സഹിക്കത്തില്ല. പക്ഷെ ഇപ്പോഴും ചെറിയ സ്മെല്ലുണ്ട് ചേട്ടാ. ആണോ? ചേട്ടാ അപ്പൊ തുടങ്ങാം അല്ലേ? ഞാൻ റെഡിയാണ്. എന്റെ പൊന്നി ചേട്ടാ, ഞാനാണെങ്കിലും നാട്ടിൽ ട്രക്ക് ഓടിച്ചിട്ടുണ്ട്, ബെൻസ് ഓടിച്ചിട്ടുണ്ട്, കോണ്ടസ് ഓടിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ ബസ്. ഒരു വണ്ടി ഇവിടെ ആദ്യം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു വണ്ടി നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ബുക്കും പേപ്പറും ഉണ്ടോ നോക്കണം. RC ബുക്ക്. ബ്ലൈൻഡ് സ്പോട്ട്. ഇതെന്താ ചെയ്യുന്നത്? What are you doing? ഇങ്ങോട്ട് വാ. നീ എന്താ കാണിക്കുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാം. അല്ല, വല്ല അടി നോക്കാനല്ല പറയുന്നത്. അടി നമുക്ക് കാണത്തില്ല, അത് ബ്ലൈൻഡ് സ്പോട്ട് വിചാരിച്ചിട്ടാണ് ചേട്ടാ. ഓ ശരി. ഇവിടെ നോക്കുക. This side. Look here. Look around. Okay. That mirror. Look this side. പിന്നെ അങ്ങ് അറ്റവും. അല്ല ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ചേട്ടാ, ഒന്നും കുഴപ്പമില്ല. ഓക്കെയാണ്. ശരി, എന്നാ ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാണ്. നോക്ക്, ഈ സൈഡ്, പിന്നെ ഈ സൈഡ്, ആ മിറർ, പിന്നെ അങ്ങോട്ട്, പിന്നെ അങ്ങ് ചേട്ടാ കഴുത്ത് പൊളിക്കുക കഴുത്തായിരുന്നു. സീറ്റ് ബെൽറ്റ്. പറയാൻ മറന്നു എന്റെ പൊന്നേട്ടാ. ഞാൻ നാട്ടിൽ സത്യം പറഞ്ഞ പോലീസുകാരെ കാണുമ്പോൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിടുന്നതാണ് ചേട്ടാ. എന്താ വെച്ചാ എനിക്ക് ഗ്യാസ് ട്രബിളിന്റെ. No shit. Put your seat belt back. രാവിലെ ഏതവനാണ് കണി കണ്ടത്? Stop. എന്തുവാണ്? Stop it. Idiot. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ഉണ്ടല്ലോ ചേട്ടാ. ഇല്ല ഞാൻ സുഖമായിട്ട് ഓടിച്ചു പോനെ. എത്ര വണ്ടികൾ എന്റെ പൊന്നി ചേട്ടാ പിടിച്ച കൈ. ആദ്യം ഈ ഗിയർ എങ്ങനെ ഇടുന്നതെന്നൊന്ന് കാണിച്ചേ. ഗിയർ ഇടുന്ന നമ്മൾ എല്ലാവരും ഇടുന്ന പോലെ കാണിച്ചേ. പൊന്നി ചേട്ടാ ക്ലച്ച് ഔട്ട് എന്ത് സ്മൂത്ത് അലുവ കിട്ടുന്ന പോലെ. അങ്ങനെയൊന്നുമല്ല, വളരെ പൂ പോലെ സണ്ണി ലിയോണിനെ കൈ കിട്ടി എങ്ങനെ ചെയ്യുമോ അതുപോലെ. സണ്ണി കാണാറുണ്ട് അല്ലേ? ബെൽറ്റ് ഊരിയിട്ട് നോക്കട്ടെ ചേട്ടാ, കാരണം എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നോക്കണം ബെൽറ്റ് ഇട്ടിട്ട്. നമ്മളിപ്പോ 2 ടേൺ ചെയ്തു. നീ എന്താ ചെയ്തത്? ഞാൻ ടേൺ ചെയ്തു. എങ്ങനെ? സ്റ്റിയറിംഗ് വളച്ചു. നീ MSM ചെയ്തോ? അയ്യേ പൊന്നേട്ടാ, പരിപാടി സോറി, കാശ് തന്നല്ലോ. മനുവർ സിഗ്നൽ മിറർ നീ ചെയ്തോ? മനോഹർ സിഗ്നൽ മനോഹർ. ചേട്ടാ എന്റെ പൊന്നേട്ടാ, അതല്ലേ ഞാൻ ചെയ്തത്. ആദ്യം മനോഹർ, അതല്ല, പിന്നെ സിഗ്നൽ മനോഹർ. വെയിറ്റ്. സിഗ്നൽ മിറർ സിഗ്നൽ മനോഹർ. മിറർ സിഗ്നൽ മനോഹർ. ഇൻസ്ട്രക്ടർ പറഞ്ഞപ്പോഴും അബദ്ധമൊക്കെ പറ്റും. അടുത്ത ലെസൺ റൗണ്ട് അബൌട്ട് എങ്ങനെയാണ് എടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ റൗണ്ട് പോലെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് വരെ നമുക്ക് ഈ നീല കാർ പോകുന്ന വഴിക്ക് എത്തണം. എങ്ങനെ വരും? ബ്ലൂ കാർ പോകുന്നത് അവിടെ നേരെ അങ്ങോട്ട് പോയി ബ്ലൂ കാർ പോകുന്നതിന്റെ പുറകിൽ പോണ ചേട്ടാ. നമ്മളെ അടുത്ത് പോകുന്നത് റൗണ്ട് അബൌട്ടിലോട്ടാണ്. എന്ത് വന്നാലും 4th എക്സിറ്റ് പോകില്ല, 3rd എക്സിറ്റ് വേണം എടുക്കാൻ. ഇതെന്താ കാണിക്കാ? പോ ഏതെങ്കിലും ഒന്നിലോട്ട് ഇറങ്ങി നീ. 3rd എക്സിറ്റ്. ഓ എന്റെ ഭഗവാന്, നീ എങ്ങോട്ടേക്കും എടുക്ക്. നീ ഇപ്പൊ വന്ന് 4th എക്സിറ്റിലാണ് കയറിയത്. നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്ന അറിയാം? നമ്മൾ മോട്ടോർ വേലായിട്ട് ഇപ്പൊ
ആ. അത് കുഴപ്പമില്ലടാ, ഹൈവേയിലേക്ക് ഓടിച്ച് എന്റെ പൊന്നി ചേട്ടാ, ഇത് നമ്മളൊന്ന് പോയി. എടേ, നീ ഇത് എന്തോ ഇത് മൂന്നാമത്തെ ലൈൻ നിൽക്കുന്നിപ്പോ മോനെ, ഇങ്ങോട്ട് നാലാമത്തെ അല്ല ഒന്നാമത്തെ ലൈനിലോട്ട് വാടാ. എടാ, എല്ലാവരും കൂടെ മൂന്നാമത്തെ ലൈനിലേട്ടാ നമ്മൾ നിൽക്കേണ്ടത്. അല്ലല്ല, അത് ഓവർടേക്ക് ചെയ്യുന്ന ലൈനാണ്. കീപ് ലെഫ്റ്റ് ശരി ചേട്ടാ, ശരി. MSM. MS, എന്റെ പൊന്നി ചേട്ടാ, ഇത്ര സ്പീഡ് പോകാൻ MSM. എന്റെ ഭഗവാൻ, ഇവൻ എന്താ ഈ കാണിക്കുന്ന ഈശ്വര? എന്റെ ലൈസൻസ് എക്സസൈസ് കൺട്രോൾ ആ, അങ്ങനെ അത് തന്നെ ചേട്ടാ. അതൊക്കെ ചെയ്യും, കുഴപ്പമില്ല ചേട്ടാ, ധൈര്യമായിട്ട് ചേട്ടാ. ഇന്നത്തോടുകൂടി എനിക്ക് ലൈസൻസ് കിട്ടും മിക്കവാറും. ഇവനെന്തിനാണ് ഈ ഓവർടേക്ക് ചെയ്യുന്നത്? നീ നാട്ടിലല്ലടാ, പറയാണ് ഈ സൈഡിലാണ് നീ നിൽക്കേണ്ടത്. മോനെ, നീ ഈ സൈഡിൽ കൂടെ പോ. എന്റെ ഭഗവാനെ, ഇനി 50 മൈൽ ഓടിയാലേ. ഇങ്ങോട്ട് ഇറങ്ങി സാറ്, ചേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങി. ചേട്ടാ, 2 sorry, മണിക്കൂറിന് ഞാൻ- 6 മണിക്കൂറിന് എന്നാ നിന്റെ കാശ്. ഒന്ന് മോനെ, ഇനി മേലായി പഠിക്ക് വരല്ലേ. ഭാഗ്യം, ഭാഷ ഇരുട്ടിയിട്ട്. ചേട്ടാ, ചേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ. എന്താണ് ചേട്ടാ, ഇങ്ങോട്ടൊന്ന് പറയട്ടെ. ചേട്ടാ, എനിക്ക് അറിയാം അബദ്ധം പറ്റിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വന്ന ഒരാളാണ്. ചേട്ടനൊന്നും ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ ചേട്ടാ? ക്ഷമിക്കാൻ രാവിലെ 2 മണിക്കൂർ വന്നിട്ട് നീ ഇപ്പൊ 8 മണിക്കൂറായി. നീ എന്താ വെച്ചാ ചെയ്യും? ഞാൻ മനഃപൂർവ്വം അറിഞ്ഞോണ്ടല്ല ചേട്ടാ കൂട്ടി. നീ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. ഒരു കാര്യം ഞാൻ പറയാം, താനെ പിടിച്ച് തള്ളുന്നതൊക്കെ കൊള്ളാം കേട്ടോ. താൻ നോക്കിക്കോളൂ. ഞാനാണെങ്കിൽ ഈ ലൈസൻസ് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് കാണിച്ചു തരാം. നീ ചെയ്ത് കാണിയോ? മനോഹരൻ മറ്റേത് മറിച്ചത് ഉണ്ടാക്കണോ താനൊക്കെ. ഹലോ ശോശാമേ, നീ ഇത്തിരി കഞ്ഞി എടുത്ത് വെക്ക്. Mr. Gobu. Mr. Gobu, Yes, sir. Yes, sir. congratulations. Yes. You only have 3 minors. Yes. But- I knew it. എനിക്കറിയാമായിരുന്നു. എടി മരമറന്നേ, മരക്കാലത്തി നീ എന്തൊരു വിചാരിച്ചത്? ഇന്ന് മുതൽ ഞാൻ ഊബർ ഓടിക്കാൻ പോവാണ്. എന്റെ ഒടുക്കത്തെ പാത്രമൊക്കെ വേറെ ആരെങ്കിലും ഒന്ന് കഴുകടി. ചേച്ചേ, അവളുടെ അഹങ്കാരം ഇതോടുകൂടി ഞാൻ തിരിച്ചു കൊടുക്കും. യെസ് സാർ, താങ്ക് യു സോ മച്ച് സാർ. കൺഗ്രാറ്റുലേഷൻ സാർ, താങ്ക് യു. You didn't let me complete. You didn't let me complete. What sir? So you got 3 minors, but unfortunately you got 6 majors. So better Sir? luck next time. You have failed this Sir, test. please sir, sir. No, you Sir, have this failed. is my life All and- the best. All the best for your next Sir, time. my wife will Take kill care. me, sir. No, nothing. Sir, please. Yeah, next luck, better luck. എന്തെല്ലാം പ്രതീക്ഷിച്ചതായിരുന്നു പടച്ചോനെ. മൂഞ്ചി തെറ്റിയാണ് മാറിയെന്ന് വിളിക്കട്ടെ. ഹലോ, എന്റെ പൊന്നി ഏട്ടാ, എന്തുവാ ഏട്ടാ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ? സ്ലോ ഡൗൺ എന്നെ തന്റെ അമ്മൂമ്മയുടെ സ്ലോ ഡൗൺ പറഞ്ഞ് അവസാനം എന്നെ അങ്ങേരി പിടിച്ച് തോപ്പിച്ചു വിട്ടേക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി. എന്റെ പൊന്നി ഏട്ടാ, ഇനിയെങ്കിലും ആ സ്ലോ ഡൗൺ എന്നുള്ള വാക്ക് നിർത്താൻ കഴിയും. ഇല്ലേ തന്നെ ആരെങ്കിലും തന്റെ പേര് മാറ്റി സ്ലോ ഡൗൺ പരമൂന്നല്ലോ വിളിക്കും. കഷ്ടം തന്നെ. കുഴപ്പമില്ല, ഇനിയിപ്പം തൽക്കാലം ഉള്ള വീട്ടിൽ പോയി ഉള്ള പാത്രവും കഴുകി കൊച്ചിനെ നോക്കി നാപ്പിയും ചേഞ്ച് ചെയ്ത് ജീവിക്കാം. കാലേ പിടിക്കാം, അല്ല എന്താ ചെയ്യാ.